ഹായ്. അപ്പോൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് പ്രോപ്പറായ കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒരു റിവ്യൂ നടത്തുന്നുണ്ട്. ആരതൊക്കെയാണ് കറക്റ്റ്, അതിനുള്ള പ്രോപ്പറായ റിപ്ലൈ നമ്മൾ തന്നിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മസ്റ്റായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അത് അറ്റൻഡ് ചെയ്ത് തന്നെ പറ്റൂ. കാരണം എന്താ വെച്ചാൽ നല്ല നല്ല ക്വസ്റ്റ്യൻസാണ്, അതും ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അത് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വാച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ചിലപ്പോൾ ഇന്നലത്തോടെ നിങ്ങളൊക്കെ ജാവാസ്ക്രിപ്റ്റ് കഴിഞ്ഞോ ചിന്തിക്കുന്നുണ്ടാവും. ഇല്ല, ഇനി നമ്മളിപ്പോൾ പറയാൻ പോകുന്നതൊക്കെ നമ്മൾ വിട്ടുപോയ കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ്സ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പറയാൻ പോകുന്നത്. അതിൽ മെയിനായിട്ട് ഇന്ന് പറയാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ സ്പ്രെഡ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ റെസ്റ്റ് ഓപ്പറേറ്റർ, മറ്റേ രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ രണ്ട് ഓപ്പറേറ്റേഴ്സിന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നോർമലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് വിട്ടുപോയതാണ്. നമ്മൾ ആ ബേസിക് കോഡിങ്ങിൽ തന്നെ, അത് മീൻസ് ബേസിക് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡിങ്ങിൽ തന്നെ പറയേണ്ടതായിരുന്നു. പക്ഷെ അത് നമ്മൾ പറയാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ തന്നെ അത് കവർ ചെയ്ത് പോവും. ഓക്കെ, അപ്പം ഈ രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഈ സ്പ്രെഡ് ഓപ്പറേറ്റർ പിന്നെ അതുപോലെ റെസ്റ്റ് ഓപ്പറേറ്റർ. ഈ രണ്ട് ഓപ്പറേറ്ററും കാണാൻ സെയിം ആയിരിക്കും. ഈ ഓപ്പറേറ്റേഴ്സ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ 3 കുത്തുകളാണ്, 3 ഡോട്ട്സ് ആണ്. ഓക്കെ, 1 2 3 അങ്ങനെ 3 ഡോട്ട്സ് ആണ് ഉണ്ടാവുക. അത് നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്തായിരിക്കും, അതൊരു ന്യൂ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അല്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രോപ്പറായിട്ട് എന്താണ് സ്പ്രെഡ് ഓപ്പറേറ്റർ, എന്താണ് റെസ്റ്റ് ഓപ്പറേറ്റർ, അത് തമ്മിൽ വ്യത്യാസം എന്താ, അതിൻ്റെ ഉപകാരം എന്താണെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഈ സ്ക്രീനിൽ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ന്യൂ ആയിട്ട് ഒരു കോഡ് എഴുതാൻ പോവാണ്. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നോർമലി ഇപ്പോൾ സ്പ്രെഡ് ഓപ്പറേറ്റർ, ആദ്യം ഞാൻ ഈ സ്പ്രെഡ് ഓപ്പറേറ്ററിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നോർമലി ഒരു സ്പ്രെഡ് ഓപ്പറേറ്റർ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ആ സ്പ്രെഡ് എന്നുള്ള വേർഡിൽ കിട്ടും, സ്പ്രെഡാണ്. അതായത് ഒരു അറേ അല്ലെങ്കിൽ ഇറ്ററേറ്റബിൾ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനെയും എക്സ്പാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് സ്പ്രെഡ് ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നും കൂടി ക്ലിയർ ആയി പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു അറേ ഉണ്ട്. ഓക്കെ, ഈ അറേന് എന്തെന്ന് വെച്ചാൽ നമുക്കൊരു കസ്റ്റം ആക്കിയിട്ട്, മീൻസ് കസ്റ്റം ഉദ്ദേശിക്കുന്നത് അതായത് പീസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു വേറെ വേരിയബിൾ വെക്കണം. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അറേസ് ഉണ്ട്, ആ അറേസിനൊക്കെ എന്ത് ചെയ്യണം, ഒറ്റ അറേ ആക്കി മാറ്റണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യും, നമുക്ക് സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഒരു ഒബ്ജക്റ്റ് മതി, മൾട്ടിപ്പിൾ എന്ത് ചെയ്യാം, ആ ഒബ്ജക്റ്റിൻ്റെ ഓരോ കീ വാല്യൂസും പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ സ്ട്രിങ്ങിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സ്ട്രിങ് വഴി, അറേ വഴി, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്പ്രെഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഒന്നും കൂടി മനസ്സിലായിട്ടുണ്ടാവില്ല. കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചെയ്തു നോക്കിയാൽ മതി. എന്നിട്ട് അതല്ലാത്ത കുറേ പ്രോഗ്രാം എക്സാമ്പിൾസ് നിങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോൺസ്റ്റ് വേരിയബിൾ, ആ വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഞാൻ പറഞ്ഞു ഇറ്ററേറ്റബിൾ ആയിട്ടുള്ള മീൻസ് കോഡിനെയാണ്. അപ്പോൾ നമുക്ക് ഇറ്ററേറ്റബിൾ ആയിട്ടുള്ള കോഡ് ഏതാ, ഒന്ന് അറേ, ഒബ്ജക്റ്റ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ട്രിങ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു അറേ എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. അറേ 1 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു അറേ ഡിഫൈൻ ചെയ്യാണ്. നിങ്ങൾക്ക് എന്താണോ എലമെൻറ്റ് വേണം ആ എലമെൻറ്റ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയ എലമെൻറ്റ് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ദെൻ എനിക്കെന്ത്, രണ്ടാമത്തെ ഒരു എലമെൻറ്റും കൂടി വേണം. ഓക്കെ, രണ്ടാമത്തെ ഒരു വേരിയബിളും കൂടി വേണം. അറേ 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അറേ 2 എന്ന് കൊടുത്തു. അത് റാൻഡമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അറേ കൊടുക്കുക. ഓക്കെ, എന്താ അറേ കൊടുത്തു. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ, ഇനി എന്താ നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ, ഇതിന് ലോഗ് ചെയ്ത് നോക്കാം. console.logൽ അറേ 1, അറേ 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ബ്രൗസറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും, നമ്മൾ ചെയ്തത് കാണാൻ പറ്റും. ഓക്കെ, 2 അറേ ആയിട്ട്, 1 ഇത് 2. ഓക്കെ, ഇങ്ങനെ അറിയാൻ പറ്റും. ഒന്നിൽ 5 എലമെൻറ്റ്, മറ്റൊന്നിൽ 6 എലമെൻറ്റ്സ് ഉള്ളത്. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത് രണ്ടും ഒന്നിപ്പിക്കണം. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അതായത് 2 അറേ ഉണ്ടെന്നുണ്ടെങ്കിൽ
അത് ഒറ്റ അറയാക്കി മാറ്റുന്നത് കോൺകാറ്റ് എന്നുള്ള മെത്തേഡാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടി ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. കോൺസ്റ്റ് എന്നോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് ആ ലെറ്റ് ലെറ്റ് എന്താ, കോൺസ്റ്റ് എന്താ, വേരിയബിൾ എന്താ, വാറ എന്താണെന്നുള്ളത് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അതുകൊണ്ട് പഠിക്കാത്തവരാണെങ്കിൽ അതൊന്നും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വേരിയബിൾ കൂടി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് എന്താണോ നമുക്ക് അറേ കൂട്ടേണ്ടത്, ഏതിനെയാണോ കൂട്ടേണ്ടതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏതിനാണോ കൂട്ടേണ്ടത്, അതായത് എന്താണോ കൂട്ടേണ്ടത് ആ അറേ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. എന്നിട്ട് ഡോട്ട് കോൺകാറ്റ് എന്ന് പറഞ്ഞിട്ട് അറേക്ക് ഒരു മെത്തേഡ് ഉണ്ട്. കോൺകാറ്റ് എന്ന് വെച്ചാൽ എന്താ, രണ്ട് അറേകളെ കൂട്ടി മുട്ടിക്കുന്ന ഒരു മെത്തേഡാണ് കോൺകാറ്റ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. ഇപ്പോൾ അറേ 2 എന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഈ റിസൾട്ടിനെ പ്രിൻ്റ് ചെയ്താൽ, ഓക്കെ, റിസൾട്ട് എന്നുള്ളത് ഇവിടെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒറ്റ അറയുമായി 11, സോറി 5 + 6 എത്ര, 11 അല്ലേ. അപ്പോൾ ആ 11 ഇവിടെ പ്രിൻ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെയാണ് കോൺകാറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ കോൺകാറ്റ് ചെയ്യുന്നത് നമുക്ക് കോൺകാറ്റ് മെത്തേഡിലൂടെ മാത്രമാണോ കോൺകാറ്റ് ചെയ്യാൻ പറ്റുക, അതല്ലെങ്കിൽ സ്പ്രെഡ് ഉപയോഗിച്ചാൽ പറ്റുമോ? പറ്റും, സ്പ്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി കോൺകാറ്റ് മെത്തേഡ് ഞാൻ കളഞ്ഞ ശേഷം ഒരു അറ ഇട്ടതിന് ശേഷം ആദ്യത്തെ അറ ഏതാണോ വരേണ്ടത് ആ അറേൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, 3 കുത്ത്, അതായത് സ്പ്രെഡ് ഓപ്പറേറ്റർ അത് ഇട്ടിട്ട് എന്താണോ അറേ ആ അറേൻ്റെ പേര് കൊടുക്കുക. അറേ 1 ആണ് ഞാൻ ആദ്യം കൊടുത്തത്. സെക്കൻഡ് കൊണ്ട് കോമ ഇട്ടതിന് ശേഷം വീണ്ടും 3 സ്പ്രെഡ് ഓപ്പറേറ്റർ കൊടുക്കുക. പിന്നെ അറേ 2 ഏതാണോ അറേ 2 അതും കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്തതിന് ശേഷം പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതേ റിസൾട്ടാണ്, കോൺകാറ്റ് എന്താണോ ചെയ്തത് അതേ റിസൾട്ടാണ് നമുക്ക് എന്ത് ചെയ്തത് ഇപ്പോഴും കാണാൻ പറ്റുന്നത്. അതാണ് സ്പ്രെഡ് ഓപ്പറേറ്റർ. ഇനി അതെല്ലാം നമുക്ക് ഒബ്ജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്രെഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിന് ഞാൻ തൽക്കാലം കമൻറ്റ് ചെയ്യാണ്. കമൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു കോൺസ്റ്റ് OBJ എന്ന് കൊടുക്കുകയാണ്. OBJ കൊടുത്തതിന് ശേഷം ഒരു അറേ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, നെയിം കൊടുത്തു, പിന്നെ കോമ പ്ലേസ് എന്ന് കൊടുത്തു. ഓക്കെ, പ്ലേസ് കാലിക്കറ്റ്. ഓക്കെ, കാലിക്കറ്റിന് കൊടുത്തു. ഇനി എനിക്കിതിനെ സ്പ്രെഡ് ചെയ്യാം. എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ ഞാൻ ലെറ്റിലൊരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ടാക്കിയതിന് ശേഷം സ്പ്രെഡ് ഓപ്പറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ അറേ ഉപയോഗിച്ചു. ഈ ഒബ്ജക്റ്റിലാണെങ്കിലോ ഒബ്ജക്റ്റ് ഉപയോഗിക്കുക, അതായത് 2 കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പിന്നെ 3 സ്പ്രെഡ് ഓപ്പറേറ്റർ ഏതാണോ OBJ അത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ console.logൽ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്ത് ചെയ്യും, ഇവിടെ കിട്ടും. ഓക്കെ, ഇത് സേവ് ചെയ്യുക, ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കണ്ടോ. അവിടെയും നമുക്ക് എന്ത് ചെയ്യുക, സ്പ്രെഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കുക. സ്പ്രെഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ പറ്റും. ഇതിനെന്ത് ചെയ്യുക, എങ്ങനെയും ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഡീസ്ട്രക്ചറും ചെയ്യട്ടോ. ഡീസ്ട്രക്ചർ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഇത് കൊടുക്കുക, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, നെയിം അതുപോലെ കോമ പ്ലേസ്. ഓക്കെ, പ്ലേസ് എന്ന് കൊടുക്കുക. പ്ലേസ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്തതിന് ശേഷം പ്ലേസ് മാത്രം പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലേസും പ്രിൻ്റ് ചെയ്യുക. കണ്ടോ, കാലിക്കറ്റ് എന്ന് പ്രിൻ്റ് ചെയ്യും. പിന്നെ അതല്ല നെയിം മാത്രമാണെങ്കിൽ നെയിമും ഇവിടെ പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, അതൊന്നും ഒരു ഇഷ്യൂ ഇല്ല, നമുക്ക് എങ്ങനെ വേണ്ടത് അതുപോലെ ഉപയോഗിക്കാൻ പറ്റും. എന്ത് ചെയ്യുക, അത് ഇവിടെ സ്പ്രെഡ് ഓപ്പറേറ്ററും ഉണ്ട്, അതുപോലെ തന്നെ ഡീസ്ട്രക്ചറിങ്ങും ഉണ്ട്. ഓക്കെ, ഇതാണ് ഈ സ്പ്രെഡ് ഓപ്പറേറ്റർ മൾട്ടിപ്പിൾ ഉപകാരമുണ്ട്. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഉപയോഗിക്കാം. ഈ ഒരു അറ ഉണ്ടെങ്കിൽ ആ അറേനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. അതൊന്നും കൂടി നിങ്ങൾ റിസർച്ച് ചെയ്യുക. എന്താണ് ഈ പറഞ്ഞ സ്പ്രെഡ് ഓപ്പറേറ്റർ കൊണ്ട് എന്തൊക്കെ ഉപകാരം ഉണ്ട് എന്നുള്ളത് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കി തന്നുള്ളൂ, ഇന്ന ഉപകാരം ഉണ്ട് എന്നുള്ളത്. ഇനി എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇനി റെസ്റ്റ് ഓപ്പറേറ്റർ എന്താണെന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. റെസ്റ്റ് ഓപ്പറേറ്റർ എന്താണെന്ന് വെച്ചാൽ റെസ്റ്റ് ഓപ്പറേറ്റർ ഇപ്പോൾ നമ്മൾ ഈ സ്പ്രെഡ് ഓപ്പറേറ്റർ പറഞ്ഞില്ല, അതിനെ നേരെ ഓപ്പോസിറ്റ് ആയി ചിന്തിച്ചാൽ, അതായത് നമ്മളെന്തോ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ സ്പ്രെഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. നേരെ വെച്ച് റെസ്റ്റ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ചുരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസ്റ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ഫംഗ്ഷണൽ ആർഗ്യുമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാരാമീറ്റർ ആയിട്ടോ നമ്മൾ ഒരു ഡാറ്റ പാസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ എന്ത് ചെയ്യും, ഡാറ്റാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഡാറ്റ പാസ് ചെയ്യുന്നത്, സോറി ഡാറ്റാസ് അല്ല ഡാറ്റ. ഓക്കെ, പല ആൾക്കാരും കമൻറ്റ് ഇടരുത്, ഡാറ്റാസ് അല്ല ഡാറ്റ ആണ്. ഓക്കെ, ഡാറ്റ ആണ്, അതായത് മൾട്ടിപ്പിൾ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, പാരാമീറ്റർ ആയിട്ട് നമ്മൾ പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തു, 1, 2, 3 ഡാറ്റാസാണ് ഡാറ്റയാണ് പാസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മൾട്ടിപ്പിൾ ഡാറ്റ ഉണ്ട്, മനസ്സിലായോ?
10, 30, അല്ലെങ്കിൽ സ്ട്രിങ് അങ്ങനെ ഒബ്ജക്റ്റ് അങ്ങനെ മൾട്ടിപ്പിൾ ഡാറ്റ ഉണ്ട്. ആ ഡാറ്റനൊക്കെ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പോലെ തന്നെ ഇതേപോലെ എന്ത് ചെയ്യും, ഈ ആർഗ്യുമെൻറ്റിൻ്റെ പേരിട്ടുകൊണ്ട് കൊണ്ടുപോകണ്ടേ. ഇപ്പോൾ ഇവിടുന്ന് അതായത് ഒരു യൂസർ ഒരു 45 ആർഗ്യുമെൻ്റാണ് പാസ് ചെയ്യുന്നത്, ആർഗ്യുമെൻ്റായിട്ട് പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും ആർഗ്യുമെൻറ്റ് നമ്മൾ വീണ്ടും എഴുതണ്ടേ. അത് ഡെവലപ്പർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ എഴുതണ്ടേ. അത് ടഫല്ലേ, അത് ഹാർഡ് കോഡല്ലേ, അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊക്കെ ചുരുക്കി എടുക്കാൻ വേണ്ടിയാണ് റെസ്റ്റ് ഓപ്പറേറ്റർ വന്നത്. റെസ്റ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഡാറ്റാസ് ചെറിയ 3 കുത്തിൽ, അതായത് 3 കുത്തിൽ ഇത്രയും കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതാണ്. ഒരു ഫംഗ്ഷൻ എഴുതി, ഫോർ എക്സാമ്പിൾ സാമ്പിൾ എന്നുള്ള ഫംഗ്ഷൻ ഞാൻ എഴുതാണ്. സാമ്പിൾ എന്ന് എഴുതിയതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ റിട്ടേൺ ചെയ്യാം, ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാണ്. റിട്ടേൺ ചെയ്യുന്നത് എന്താ വെച്ചാൽ a പ്ലസ് b പ്ലസ് c പ്ലസ് d. ഓക്കെ, ഇത്ര ആർഗ്യുമെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത്ര ആർഗ്യുമെൻറ്റ്സ് ഇവിടെ കൊടുക്കണോ, ഇനി അതിനെ കോൾ ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇനി സാമ്പിൾ എന്നുള്ളത്, ഓക്കെ, സാമ്പിൾ എന്നുള്ളത് നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ്. റിട്ടേൺ ചെയ്യുമ്പോൾ console.logൽ സാമ്പിൾ എന്നുള്ളത് എഴുതിയതിന് ശേഷം ഞാനിവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു 10, 20, 34, ഓക്കെ, ഇങ്ങനെ ഒരു കുറച്ച് ഡാറ്റ എന്ത് ചെയ്യുന്നു ഇവിടുന്ന് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നും കൂടി എഴുതാം, ഒരു 90 കൂടി ഞാൻ പാസ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും ഞാൻ ആർഗ്യുമെൻ്റായി പാസ് ചെയ്യുന്നു. എനിക്കിവിടെ അക്സെപ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഞാൻ എഴുതണ്ടേ. ഇപ്പോൾ നോർമലി എഴുതുമ്പോൾ a, b, c, d, ഇങ്ങനെ എഴുതി ഞാൻ പോകണം. പക്ഷേ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചുരുക്കിയെടുക്കണം. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യും, ഇതിപ്പോൾ റിട്ടേൺ ചെയ്ത് വർക്ക് ചെയ്യാൻ നോക്കാം നമുക്ക്. ഓക്കെ, ഒന്ന് പോയി കഴിഞ്ഞാൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം 212 എന്നുള്ളത്, കാരണം ഇതെന്ത് ചെയ്തു പ്ലസ് ചെയ്തിട്ട് നമുക്ക് വന്നു 212 എന്നുള്ളത് നമുക്ക് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നമുക്കറിയില്ല മൾട്ടിപ്പിൾ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ എന്തുണ്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും. അതിന് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, സാമ്പിളിൻ്റെ അടുത്ത് പോയതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യും, 3 കുത്ത് ഡോട്ട് ഇട്ടതിന് ശേഷം ആർഗ്സ് എന്ന് പറഞ്ഞിട്ടിടാം. ഓക്കെ, ആർഗ്യുമെൻ്റ് നാം. ഓക്കെ, അവിടെ എന്തും വേണം നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഓക്കെ, അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, റിട്ടേണിനെ തൽക്കാലം കമൻറ്റ് ചെയ്യാണ്. ഓക്കെ, കമൻറ്റ് ചെയ്ത ശേഷം ഇവിടെ console.logൽ പ്രിൻ്റ് ചെയ്യാണ് ആർഗ്സ്. ഓക്കെ, ഇവിടെ കൺസോളിൽ ഞാനിതും, ഓക്കെ, ഇനി ഞാൻ സേവ് ചെയ്തതിന് ശേഷം ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ അറേ ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആർഗ്യുമെൻ്റായി അയക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് നമുക്ക് അറേ ആയിട്ടാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താ, ഒരു മൾട്ടിപ്പിൾ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ വേരിയബിൾ പറ്റില്ല, അതൊരു അറേ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ അറേ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൾട്ടിപ്പിൾ ഡാറ്റ അറേ ആയിട്ട് തന്നെ നമ്മളിവിടെ എന്ത് ചെയ്ത് ആർഗ്യുമെൻറ്റിലെത്തി. ഇനി എന്തെങ്കിലും ഓപ്പറേഷൻസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ആർഗ്സ് ഡോട്ട് മാപ്പ് ഇടാം, അല്ലെങ്കിൽ ഫിൽറ്റർ ഇടാം, അത് നിങ്ങളെ ഇഷ്ടം. കാരണം എന്താ, നമ്മൾ അറേ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അറേ മെത്തേഡ്സ് വെച്ച് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ട് അതിനെ റിട്ടേൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ ടോട്ടലി റിട്ടേൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇത്രയാണ് ആ റെസ്റ്റിൻ്റെ ഉപകാരം. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മലയാളത്തിൽ തന്നെ സംശയം ചോദിക്കുക. ഇതുപോലെ നല്ല നല്ല കണ്ടൻസിന് വേണ്ടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കിൽ അടുത്ത വീഡിയോയുമായി കാണാം. കീപ്പ് വാച്ചിങ്.